Hello. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? ഞാൻ രാവിലെ നമ്മുടെ വർക്കൗട്ടിന് വേണ്ടി ഇറങ്ങിയതാണ്. 1-2 റൗണ്ട് നടന്നു. ഇത് കഴിഞ്ഞതാണ്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ സൊസൈറ്റിക്ക് അകത്ത് തന്നെയുള്ള ജിമ്മിലോട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ആഹാ, ഒരൊറ്റ മനുഷ്യനില്ല, മതി. അപ്പോൾ ഇന്ന് ഇവിടെയാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ളൊരു സജഷൻ പറയാം ഗൈസ്. നമ്മളിപ്പം വർക്കൗട്ട് ആയാൽ പോലും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് വാമപ്പ് ചെയ്യുക. വാമപ്പ് ചെയ്യാതെ നമ്മൾ അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടും കിട്ടത്തില്ല. സ്ട്രെച്ച് ചെയ്യാണ്ട് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഞ്ചുറീസ് ഉണ്ടാകും. നമ്മളപ്പോൾ അതറിയത്തില്ല, പക്ഷെ പോകെ പോകെ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇപ്പം ഗെയിം ആയാൽ പോലും, സ്പോർട്സ് ആയാൽ പോലും, നമ്മൾ ഏതെങ്കിലും സ്പോർട്സിൽ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസത്തെ കളി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കളി കഴിഞ്ഞതിന് ശേഷവും സ്ട്രെച്ച് ചെയ്യുക. അപ്പം ഇൻ ബിറ്റ്വീൻ ഗെയിം നമുക്കത് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കൊക്കെ പറ്റിയ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗമെൻ്റ് കാലിൻ്റെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു പോയി. ഞാൻ വാമപ്പ് ചെയ്യാതൊക്കെ ഇറങ്ങിയതിൻ്റെ ഫോൾട്ടാണ്. അപ്പം എൻ്റെ പേഴ്സണൽ സജഷനാണ്, നമ്മൾ എന്ത് ഗെയിമിൽ ഇറങ്ങിയാലും നന്നായിട്ട് വാമപ്പും സ്ട്രെച്ചും ചെയ്തതിന് മാത്രം നമ്മൾ ഇറങ്ങണം. 30 ഡേയ്സ് ചാലഞ്ച് നമ്മൾ ഓണാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് കഴിക്കുന്നതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളൊരു 30 ദിവസം എന്തൊക്കെയാണ് കഴിച്ചതെന്നും കൂടെ അറിയണ്ടേ. നമുക്ക് വെയിറ്റ് ലോസ് വരുവാണെങ്കിൽ എന്ത് കഴിച്ചിട്ടാണ് വെയിറ്റ് ലോസ് ആയതെന്നും കൂടെ അറിയണ്ടേ. റൈസിൻ്റെ അളവ് കുറച്ചിട്ട് കറി കൂടുതൽ, അതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. രാത്രി ഞാൻ നോർമലി വീട്ടിൽ നിന്നാണ് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇന്ന് വർക്കും കാര്യങ്ങളായിട്ട് കുറച്ച് ലേറ്റായതുകൊണ്ട് ഞാൻ സബ്വേയിൽ നിന്നൊരു ചിക്കൻ സാലഡ് കഴിച്ചു. അപ്പോൾ ഫുട്ബോളിൽ പണി കിട്ടിയത് കാരണം സ്പോർട്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. ബാഡ്മിൻ്റനും കളിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്, കളിക്കാൻ പോകാറുണ്ട്. അപ്പം ഇന്ന് നമുക്കിവിടെ ഒരു ഗ്രൂപ്പുണ്ട് ബാഡ്മിൻ്റൻ്റെ. അപ്പോൾ അവരെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു സ്പോർട്സിൽ എൻഗേജ് ആയില്ലെങ്കിൽ നമുക്ക് ഈ വെയിറ്റ് ലോസ് ആയാലും നമ്മൾ മൊത്തത്തിൽ ആക്റ്റീവായിരിക്കത്തില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ എൻഗേജ് ആവാൻ നോക്കാറുണ്ട്. സ്പോർട്സ് കഴിഞ്ഞ് ഒരു കോഫിയും കുടിച്ച് അന്നത്തെ പരിപാടി തീർക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് റോക്കി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. റോക്കിയെ ഞങ്ങൾ രാത്രി കെട്ടിയിടും. കാരണം ആശാൻ്റെ രാത്രി അകത്ത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവൻ കൈ കിട്ടുന്നത് എല്ലാം എടുത്ത് കഴിക്കും. അതുകൊണ്ട് ആശാനെ നമ്മൾ കെട്ടിയിടും അകത്ത്. ഇങ്ങനെ പുതപ്പൊക്കെ വിരിച്ചവിടെ കിടത്തിക്കും. നല്ല തണുപ്പാട്ടോ ഇപ്പോൾ ഇവിടെ. വന്നു കഴിഞ്ഞാൽ കുറേ നേരം ആശാൻ്റെ കൂടെ ഇങ്ങനെ അവനെ പാമ്പർ ചെയ്ത് കുറേ നേരം ഇരിക്കണം. അവൻ ഇങ്ങനെ ഈ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര നേരം വേണോ കിടന്നോളൂ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ എന്തായാലും ഇവനെ പുറത്തോട്ട് കൊണ്ടുപോകാം. ഇവൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഇന്ന് കണ്ട്, ഞാനിന്ന് അവരെ കാണിച്ചു തരാം. ഒരു പഗ് വന്നു, പക്ഷേ റോക്കി മൈൻഡ് ചെയ്തില്ല പഗ്. ഇവരൊക്കെ റോക്കിയുടെ പുതിയ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുള്ളൂ ഇവരെയൊക്കെ. പക്ഷേ ഈ റോക്കിയുടെ ശരിക്കുള്ള ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊന്നും കാണാൻ പറ്റിയില്ല. അവരിനി നാട്ടിലോട്ട് വല്ലതും കൊണ്ടുപോയെന്ന് അറിയത്തില്ല. ഇതൊക്കെ റോക്കി ഇന്ന് മീറ്റ് ചെയ്ത ആൾക്കാരാണ്. ഹലോ. ഇവർ രണ്ടുപേരും ഈ അങ്കിള് മിക്ക ദിവസം നടക്കാൻ കൊണ്ടുവരും. ഇവരെ റോക്കിക്ക് അറിയാം. ഇവർ കുറച്ചുകൂടെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് റോക്കി കാണുന്നുണ്ട് ഇവിടെ. ഇവരുമായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. റോക്കിയുടെ ശരിക്കും 1-2 ഫ്രണ്ട്സ് ഉണ്ട്, ചിക്കി, സോഫി എന്നൊക്കെ പറഞ്ഞിട്ട്. അവരൊന്നും കാണുന്നില്ല. ചിക്കിയെ റോക്കി നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ചിക്കിയുടെ ആ ഒരു ഫ്ലാറ്റിൻ്റെ സൈഡിൽ തമ്മിൽ റോക്കി അവിടെ നിൽക്കും. എന്നിട്ട് കുറേ നേരം ആ സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ചിക്കി കാണാതെ എന്നെ ഭയങ്കര വിഷമത്തിൽ എൻ്റെ മുഖത്തോട്ട് നോക്കും ആശാൻ. ഞാനെത്തിക്കണം അവരെ കൊണ്ടുവന്നല്ലേ പറ്റി ചിക്കിയെ. എന്തായാലും ഹോപ്പ്ഫുള്ളി വരുന്ന വീഡിയോയിൽ ചിക്കിയെ കാണിക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാത്രി നല്ല കിടലും തണുപ്പാണ് ഇവിടെ. അങ്ങനെ ആശാനെ കൊണ്ട് തിരിച്ച് വീട്ടിൽ കയറി. എന്തൊക്കെയോ പറയുന്നുണ്ട്. കൊണ്ടുപോയേണ്ട സന്തോഷത്തിലാണോ അതോ എന്നെ തെറി വിളിക്കുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ വെയിറ്റ് കൂടെ ഒന്ന് കാണിക്കാം. കുറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റാ.